ഈ ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങളുടെ ഹൃദയം ഒരു ഭാരമുള്ള ചന്തബാഗ് പോലെ വേദനിക്കുന്നുണ്ടോ? കയ്യിൽ ബാഗില്ലെങ്കിലും ഉള്ളിൽ വലിയ ഭാരം ചുമക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? കടവും വാടകയും സ്കൂൾ ഫീസും മരുന്ന് ചെലവും ഒരുമിച്ച് മനസ്സിൽ കയറുന്നുണ്ടോ? വിസ മറുപടി വന്നിട്ടില്ല, ജോലി ഉറപ്പ് കിട്ടിയിട്ടില്ല, കുട്ടികളുടെ പഠനം മനസ്സിനെ അലട്ടുന്നു, വീട്ടിലെ മൗനം പഴയ മുറിവുകൾ വീണ്ടും തുറക്കുന്നു. അപ്പാ, ഈ ഭാരമുള്ള വെള്ളിയാഴ്ചയെയും യേശു കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ചുമന്ന ഓരോ ഭാരവും കുരിശിലെ യേശുവിന് അറിയാം. നിങ്ങളുടെ കൈവേദനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചുവെന്ന് അവിടുന്ന് അറിയുന്നു. ഇന്ന് യേശു നിങ്ങളോട് മൃദുവായി പറയുന്നു, ഭാരം എനിക്ക് തരൂ. നിങ്ങളുടെ കുടുംബഭാരം യേശുവിൻ്റെ കൈകളിൽ വെക്കൂ. കേരളത്തിൽ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനെ ഓർക്കുക. ബാഗിലരിയും പച്ചക്കറിയും എണ്ണയും കുട്ടികൾക്ക് വേണ്ട ചെറിയ സാധനങ്ങളും ഉണ്ടാകും. ആദ്യം അത് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ കുറച്ച് ദൂരം നടന്നാൽ കൈവേദനിക്കും, തോളിൽ ഭാരം കയറും, ശ്വാസം ഭാരമാകും. അപ്പോൾ ആരെങ്കിലും അടുത്തു വന്ന് ആ ബാഗ് കുറച്ച് നേരമെടുത്തു തന്നാൽ ശരീരം ആശ്വാസം കണ്ടെത്തും. നമ്മുടെ കുടുംബചിന്തകളും അങ്ങനെ തന്നെയാണ്. ഒരു ബിൽ ചുമക്കാം, ഒരു ആശങ്ക ചുമക്കാം, ഒരു ദിവസം പിടിച്ചു നിൽക്കാം. പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് ചുമന്നാൽ ഹൃദയം തളരും. കുരിശിൻ്റെ ചുവട്ടിൽ യേശു നമ്മുടെ ഭാരങ്ങൾ പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രശ്നങ്ങൾ ചെറുതാണ് എന്ന് പറയുന്നില്ല. അവിടുന്ന് പറയുന്നത് നീ ഒറ്റയ്ക്കല്ല എന്നാണ്. സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിന്മേൽ ഇടുക, അവിടുന്ന് നിന്നെ താങ്ങും. ഈ വചനം ക്ഷീണിച്ച കുടുംബത്തിനുള്ള വെള്ളിയാഴ്ച മരുന്നുപോലെയാണ്. കർത്താവ് എല്ലാം ഉടനെ മാറ്റും എന്ന് നാം നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ കർത്താവ് നമ്മെ താങ്ങും എന്ന് വിശ്വസിക്കാം. അവിടുന്ന് ഉള്ളിലെ ബലം നൽകും. അവിടുന്ന് അടുത്ത നല്ല ചുവട് കാണിക്കും. അവിടുന്ന് ഒറ്റപ്പെട്ട ഹൃദയത്തെ പിടിച്ചു നിർത്തും. നിങ്ങളുടെ കുടുംബഭാരം യേശുവിൻ്റെ കൈകളിൽ വെക്കൂ. ഒരു കത്തോലിക്ക അമ്മയോ അപ്പനോ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്നു. കയ്യിൽ ഭാരമുള്ള ചന്തബാഗുണ്ട്. അകത്ത് കടന്നാൽ മേശപ്പുറത്ത് അടയ്ക്കാത്ത ബില്ലുകൾ കാത്തിരിക്കുന്നു. കുട്ടികളുടെ പുസ്തകങ്ങൾ തുറന്നു കിടക്കുന്നു. വിസ ഫയൽ മൗനമായി അവിടെ തന്നെയാണ്. മരുന്നിൻ്റെ ബിൽ മനസ്സിൽ കുത്തുന്നു. വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പർ വീണ്ടും കണ്ണിൽ പതിക്കുന്നു. അവരുടെ കയ്യിലുള്ള ബാഗിനേക്കാൾ ഹൃദയത്തിലുള്ള ഭാരം കൂടുതലാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും മാതാപിതാവിൻ്റെ മനസ്സ് ശാന്തമല്ല. ഭർത്താവും ഭാര്യയും സംസാരിക്കാൻ തുടങ്ങി ചുമതലകളിൽ തന്നെ നിൽക്കുന്നു. പുറത്ത് എല്ലാവരും സാധാരണയായി കാണും. പക്ഷേ ഉള്ളിൽ ഒരു വാക്ക് മാത്രം ഉയരും, യേശുവേ, ഇനി ഒറ്റയ്ക്ക് ചുമക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവർ ഹോം ആൾട്ടറിന് മുന്നിൽ നിൽക്കുന്നു. കുരിശിലിരിക്കുന്ന യേശുവിനെ നോക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു ചെറിയ മെഴുകുതിരി കൊളുത്തുന്നു. വലിയ വാക്കുകളൊന്നുമില്ല, കണ്ണുനീർ മാത്രം. പിന്നെ പതുക്കെ പറയുന്നു, യേശുവേ, ഈ ഭാരം ഞാൻ അങ്ങയുടെ കൈകളിൽ വെക്കുന്നു. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരുണയിൽ താങ്ങണമേ. ആ വാക്കോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ല. പക്ഷേ ഹൃദയം ഒറ്റയ്ക്ക് അല്ലെന്ന് തോന്നി. കുരിശിൻ്റെ ചുവട്ടിൽ ഭാരം കുറയാൻ തുടങ്ങി. കർത്താവായ യേശുവേ, ഈ ആഴ്ചയുടെ അവസാനം ക്ഷീണിച്ചിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒറ്റയ്ക്ക് എല്ലാം ചുമന്നുകൊണ്ട് തളർന്ന ഹൃദയങ്ങളെ അങ്ങയുടെ കരുണയിൽ താങ്ങണമേ. കടബാധ്യതയുടെ ഭാരം വഹിക്കുന്ന വീടുകളിൽ ജ്ഞാനം നൽകണമേ. വീട്ടുവാടകയെക്കുറിച്ച് പേടിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. സ്കൂൾ ഫീസും പുസ്തകച്ചെലവും കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണമേ. അടയ്ക്കാത്ത ബില്ലുകൾ കണ്ട് ഉള്ളിൽ വിറയ്ക്കുന്നവർക്ക് ശരിയായ വഴി കാണിക്കണമേ. ചന്തച്ചെലവും വീട്ടുചെലവും താങ്ങാൻ ബുദ്ധിമുട്ടുന്ന വീടുകളിൽ കരുണ നിറട്ടെ. മരുന്ന് ചെലവും ആശുപത്രി ചെലവും കാരണം ഭയപ്പെടുന്നവരെ ശക്തിപ്പെടുത്തണമേ.
ചികിത്സയും നല്ല ഉപദേശവും സ്വീകരിക്കാൻ വേണ്ട വിവേകം നൽകണമേ. രോഗവേദനയിൽ കഴിയുന്നവർക്ക് ക്ഷമയും പരിചരണവും ലഭിക്കട്ടെ. യേശുവെ, എൻ്റെ കുടുംബഭാരം അങ്ങയുടെ കൈകളിൽ വയ്ക്കുന്നു. വിസ കാത്തിരിപ്പിൽ തളർന്ന കുടുംബങ്ങളെ കരുതണമേ. ജോലി നിരസിക്കപ്പെട്ടതുകൊണ്ടുള്ളിൽ മുറിവേറ്റ യുവാക്കളെ ആശ്വസിപ്പിക്കണമേ. വീണ്ടും അപേക്ഷിക്കാൻ ധൈര്യം നൽകണമേ. ഇന്റർവ്യൂ കഴിഞ്ഞ് മറുപടി കാത്തിരിക്കുന്നവർക്ക് ശാന്തത നൽകണമേ. ഗൾഫിലോ യുകയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെയിരിക്കുന്നവരുടെ ഏകാന്തതയും വീട്ടിലുള്ളവരുടെ കാത്തിരിപ്പും അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കുന്നു. കുട്ടികളുടെ പരീക്ഷാഭയത്തിൽ ഉറങ്ങാതെ കിടക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനം തരണമേ. പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന മക്കൾക്ക് ക്രമവും ഉത്സാഹവും നൽകണമേ. ഫോണിൻ്റെ ആകർഷണത്തിൽ സമയം നഷ്ടമാകുന്ന കുട്ടികൾക്ക് ആത്മനിയന്ത്രണം നൽകണമേ. മക്കളെ കോപത്തിലല്ല, സ്നേഹത്തിൽ തിരുത്താൻ മാതാപിതാക്കൾക്ക് ജ്ഞാനം നൽകണമേ. കുരിശിലെ യേശുവെ, ഞങ്ങളെ താങ്ങണമേ. പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ നീ നിശബ്ദമായി നിന്നതുപോലെ ഞങ്ങളുടെ വീടുകളോടൊപ്പം നിൽക്കണമേ. വാക്കുകൾ കിട്ടാതെ കരയുന്ന അമ്മമാരെ ചേർത്ത് പിടിക്കണമേ. ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ഉള്ളിൽ ഒളിപ്പിക്കുന്ന അപ്പന്മാർക്ക് ബലം നൽകണമേ. ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാതെ കെട്ടിക്കിടക്കുന്ന വേദനകൾ സുഖപ്പെടുത്തണമേ. അപമാനിക്കാതെ കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സുരക്ഷിതമായിടത്ത് ചെറിയൊരു ക്ഷമയുടെ വാതിൽ തുറക്കണമേ. പഴയ മുറിവുകൾ വീണ്ടും ഉയരുമ്പോൾ ഞങ്ങളുടെ നാവിനെ കാക്കണമേ. വീട്ടിലെ വഴക്കുകൾ മക്കളുടെ ഹൃദയത്തെ തകർക്കാതിരിക്കട്ടെ. ബന്ധുക്കളുടെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കട്ടെ. മനുഷ്യരുടെ ചോദ്യം അവസാന വാക്കല്ലെന്ന് ഞങ്ങൾ ഓർക്കട്ടെ. നിങ്ങളുടെ കുടുംബഭാരം യേശുവിൻ്റെ കൈകളിൽ വെക്കൂ. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ക്ഷീണിച്ചിരിക്കുന്നു. ചില ദിവസങ്ങളിൽ ജപമാല കയ്യിൽ പിടിക്കാൻ പോലും മനസ്സ് തളരുന്നു. ചിലപ്പോൾ കുരിശിൻ്റെ അടയാളം വരച്ചു നിൽക്കുമ്പോഴും ചിന്തകൾ ഓടുന്നു. എങ്കിലും ഞങ്ങളെ വിട്ടുപോകരുതേ. വേഗത്തിൽ പറഞ്ഞ പ്രാർത്ഥനയും സത്യഹൃദയത്തോടെ സ്വീകരിക്കണമേ. കണ്ണുനീർ കലർന്ന മൗനവും പ്രാർത്ഥനയായി സ്വീകരിക്കണമേ. ഹോം ആൾട്ടറിലെ ചെറിയ മെഴുകുതിരി ഞങ്ങളുടെ ഇരുട്ടിൽ വെളിച്ചമാകട്ടെ. കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങളുടെ ക്ഷീണം വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയും ഭക്ഷണമേശയും പഠനമേശയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ബില്ലുകളും ഫയലുകളും പുസ്തകങ്ങളും മരുന്നുകളും അങ്ങയുടെ വെളിച്ചത്തിൽ വെക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ ക്രമപ്പെടുത്താൻ വിവേകം തരണമേ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശക്തി തരണമേ. ചുമക്കാനാവാത്തത് അങ്ങയ്ക്ക് ഏൽപ്പിക്കാൻ വിനയം തരണമേ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ കടവും വാടകയും അങ്ങയുടെ കരുണയിൽ ഞാൻ വെക്കുന്നു. എൻ്റെ മക്കളുടെ പഠനവും ഭാവിയും അങ്ങയുടെ കൈകളിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ജോലിയുടെയും വിസയുടെയും കാത്തിരിപ്പ് അങ്ങയുടെ ജ്ഞാനത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ആരോഗ്യഭയവും ആശുപത്രി ചെലവും അങ്ങയുടെ കൃപയിൽ ഞാൻ വെക്കുന്നു. എൻ്റെ വീട്ടിലെ മൗനവും പഴയ മുറിവുകളും അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ക്ഷീണിച്ച മനസ്സ് അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ വെക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയുന്നില്ല. യേശുവെ, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരുണയിൽ താങ്ങണമേ. കുരിശിലെ യേശുവെ, ഞങ്ങളെ താങ്ങണമേ. ചില ഭാരങ്ങൾ പുറത്തു കാണാം, ചന്തബാഗ് പോലെ കയ്യിൽ കാണാം. പക്ഷേ ചില ഭാരങ്ങൾ ഹൃദയത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കും. ആരോടും പറയാത്ത കടം, ആരോടും പറഞ്ഞിട്ടില്ലാത്ത പേടി, ഉറങ്ങാൻ പോകുമ്പോൾ മടങ്ങിവരുന്ന പഴയ വാക്കുകൾ, പുറത്തു ചിരിച്ചാലും അകത്ത് വേദനിക്കുന്ന മനസ്സ്, കുടുംബം തകരുമോ എന്ന ഭയം, മക്കൾ വഴിതെറ്റുമോ എന്ന ആശങ്ക, ജോലി നഷ്ടമാകുമോ എന്ന പേടി, ദൈവം കേൾക്കുന്നുണ്ടോ എന്ന സംശയം. ഇവയെല്ലാം യേശുവിൻ്റെ മുമ്പിൽ പറയാം. കുരിശിലെ യേശുവിന് ഭാരമുള്ള ഹൃദയം അപരിചിതമല്ല. അവിടുന്ന് വേദന അറിയുന്നവനാണ്. അവിടുന്ന് ഉപേക്ഷിക്കപ്പെട്ടവരുടെ നിശബ്ദത മനസ്സിലാക്കുന്നവനാണ്. അവിടുന്ന് അമ്മയുടെ കണ്ണുനീർ കാണുന്നവനാണ്. അവിടുന്ന് അപ്പൻ്റെ മൗനം കേൾക്കുന്നവനാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ പറയുക, ഞാനിനി ഒറ്റയ്ക്ക് ചുമക്കില്ല. എൻ്റെ ഭാരം യേശുവിൻ്റെ കൈകളിൽ വയ്ക്കും. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മൃദുവായി അടക്കൂ. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഭാരമുള്ള ഒരു കാര്യം ഓർക്കൂ. ഒരു ബില്ലായിരിക്കാം, ഒരു കടമായിരിക്കാം, ഒരു രോഗഭയമായിരിക്കാം, ഒരു കുട്ടിയുടെ പഠനമായിരിക്കാം, ഒരു വിസ ഫയലായിരിക്കാം, ഒരു ജോലി വേദന ആയിരിക്കാം, ഒരു കുടുംബ മൗനമായിരിക്കാം. ആ ഭാരത്തെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നതായി മനസ്സിൽ കാണൂ. പതുക്കെ പറയൂ, യേശുവേ, ഈ ഭാരം ഞാൻ അങ്ങയുടെ കൈകളിൽ വെക്കുന്നു. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരുണയിൽ താങ്ങണമേ. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഏറെ ഭാരമായി തോന്നുന്ന ഒരു കുടുംബചിന്ത തിരഞ്ഞെടുക്കുക. കഴിയുമെങ്കിൽ ഹോം ആൾട്ടറിന് മുന്നിൽ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ കുരിശ് കയ്യിൽ പിടിക്കുക. പിന്നെ പതുക്കെ പറയുക, യേശുവേ, ഈ ഭാരം ഞാൻ അങ്ങയുടെ കൈകളിൽ വെക്കുന്നു. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരുണയിൽ താങ്ങണമേ. ഈ പ്രാർത്ഥന പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകലല്ല. ഇത് പ്രശ്നങ്ങളെ യേശുവിനൊപ്പം നേരിടാനുള്ള സമർപ്പണമാണ്. ചന്ദബാഗ് മറ്റൊരാൾ പിടിച്ചു തരുമ്പോൾ കൈക്ക് ശ്വാസം കിട്ടും. അതുപോലെ കുരിശിൻ്റെ ചുവട്ടിൽ ഹൃദയത്തിന് ആശ്വാസം കിട്ടും. നിങ്ങൾ ഇന്നും എല്ലാം മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ താങ്ങുന്ന യേശു നിങ്ങളെ മറന്നിട്ടില്ല. കമൻറ്റിൽ യേശുവേ, എൻ്റെ കുടുംബഭാരം വഹിക്കണമേ എന്ന് എഴുതുക. ഈ ആഴ്ചയുടെ അവസാനം ഭാരമുള്ള ഹൃദയത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവർക്ക് ഇതൊരു സാധാരണ സന്ദേശമാകില്ല. കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരാനുള്ള മൃദുവായ ക്ഷണമാകാം. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈ ആഴ്ച അവർ ഒറ്റയ്ക്ക് ചുമന്ന ഭാരങ്ങൾ അങ്ങയുടെ കൈകളിൽ സ്വീകരിക്കണമേ. അവരുടെ കടബാധ്യതയിൽ ജ്ഞാനം വരട്ടെ. അവരുടെ വീടുകളിൽ സമാധാനം വരട്ടെ. അവരുടെ മക്കളുടെ പഠനത്തിൽ വെളിച്ചം വരട്ടെ. അവരുടെ കാത്തിരിപ്പിൽ ക്ഷമ വരട്ടെ. അവരുടെ രോഗഭയത്തിൽ നല്ല പരിചരണവും പ്രത്യാശയും വരട്ടെ. അവരുടെ പഴയ മുറിവുകളിൽ അങ്ങയുടെ കരുണ ഒഴുകട്ടെ. അവരുടെ ക്ഷീണം കുരിശിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കട്ടെ. പരിശുദ്ധാത്മാവ് അവർക്കു ഇന്നത്തേക്കുള്ള ബലം നൽകട്ടെ. പരിശുദ്ധ അമ്മ ഈ വീട്ടിനെ മാതൃസ്നേഹത്തോടെ മൂടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബഭാരം യേശുവിൻ്റെ കരുണയിൽ താങ്ങപ്പെടട്ടെ. ആമേൻ.